ഇഷാൻ ഓക്കെ ഹാപ്പി. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വയ്ക്കണം. നമ്മൾ മൂന്നാർ വീഡിയോ സീരീസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നല്ലോ ഒരു ടീ ഫാക്ടറി ബംഗ്ലാവ്. അപ്പോൾ അതിൽ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിൽ പുറത്തുനിന്നുള്ള കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇൻസൈഡ് നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ ബാക്കി പറയാം. അതെ, ഇത് തൈലാർ ടീ കമ്പനിയുടെ ഫാക്ടറിയാണ്. നമ്മൾ ഇന്നലെ താമസിച്ചത് അതന്നെ, തലയാറിൻ്റെ തന്നെ ബംഗ്ലാവ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഫുഡ് ബെയർ ഫുൾ തേയിലകളാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് സ്റ്റേയും അവിടെ. പിന്നെ ഇതിൽ വിസിറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ വിസിറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ സ്റ്റേ ചെയ്യാത്തവർക്ക് നമുക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. അതിനൊരു പേയ്മെൻറ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാം. പച്ചപ്പും ഹരിതപ്പം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിതാട്ട് വീണ്ടും ഒരാളെവിടെ കയറിയിക്കണേ നോക്കി. എപ്പോഴും ഞങ്ങളല്ലേ കയറിയിക്കണേ, അതുകൊണ്ടുള്ള ആഗ്രഹം. പണ്ട് നിർത്തിയിട്ടിട്ട് കയറിക്കണം. അങ്ങനെയുണ്ട് മൂന്നാർ. ചേട്ടാ കിടന്ന് ഉറങ്ങാതെ. ആണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അവിടെ കാണാൻ പറ്റില്ല നെറ്റിട്ടൊക്കെ. ബ്രിഡ്ജ് ബോട്ടിംഗ് പോയിന്റ് ആണ് ഈ ഫ്രണ്ടിലേക്ക് കാണുന്നത്. പക്ഷെ അങ്ങോട്ട് അടിക്കാൻ നിർത്തില്ല, ഭയങ്കര തിരക്കാണ്. വണ്ടികൾ തന്നെ മൂവ് ചെയ്യണില്ല. അതല്ല സൈഡിൽ മൊത്തം പാർക്ക് ചെയ്തിട്ട് അതിൽ വന്ന വണ്ടികൾക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ എക്കോ പോയിന്റിലേക്ക് പോവാണ്. ഇപ്പോൾ കിളിക്കൂട് വാങ്ങിച്ചിട്ടില്ല. എക്കോ പോയിന്റിലേക്ക് പോകണ വഴിക്കുള്ള ഷോപ്പിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ്. രണ്ട് സൈഡ് കണ്ടില്ലേ, ഫുൾ കടകളാണ്. തിരക്കാണ് എല്ലായിടത്തും. നീങ്ങണില്ല. എത്ര നേരം ബോട്ടിങ് കയറാണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇനിയിപ്പോൾ എക്കോ പോയിന്റ് പോവാം, ടോപ്പ് സ്റ്റേഷൻ പോവാന്ന് പറഞ്ഞു. അന്നങ്ങനില്ല. ഇച്ചക്കുട്ടൊക്കെ ഇവിടെ ഒരു ഉറക്കം കഴിഞ്ഞോണ്ടിരിക്കുക. ഇവിടെ നോക്കട്ടെ, ഇച്ചക്കുട്ടൊരു ഉറക്കം കഴിഞ്ഞു. ഡ്രൈവ് ചെയ്ത് വട്ടിളക്കി ഇരിക്കാണ്. എളുപ്പമില്ല. എക്കോ പോയിന്റിലേക്ക് നമ്മള് പോയി കൂടി നോക്കാം. എക്കോ പോയിന്റിലേക്ക് 10 rupees എൻട്രി ഉണ്ട് കേട്ടോ. പിന്നെ 4:30 ക്ലോസ് ആവും. അപ്പൊ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വരാം. നല്ല വെയില. ഇച്ചുകുട്ടനെ വിളിച്ചു നോക്കാം അവിടെ പോയിട്ട് അല്ലേ. ഇച്ചുകുട്ടനെ വിളിക്കുമ്പോൾ തിരിച്ചു മൗണ്ടൻ നിഷാന്ന് വിളിക്കണ്ട നോക്കട്ടെ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വന്ന് ബോട്ട് ചെയ്യാം. ബോട്ടിംഗ് പോയിന്റ് 2 ഉണ്ട്. അപ്പുറത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു. അത് കൂടാണ്ട് ഇതുണ്ട്. ചെറിയൊരൊക്കെ വീഡിയോയിലത് കേൾക്കണ്ടാവുന്ന അറിയില്ല കേട്ടോ. വീഡിയോയിൽ കേൾക്കണ്ടെന്ന് അറിയില്ല. ഇവിടെ ആൾക്കാരൊക്കെ അതിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ. ഹാപ്പി. ഹലോ ഗൈസ്, നമ്മളിപ്പോ എവിടെ എത്തിയെന്നറിയോ? എല്ലപ്പെട്ടി. ഒരു ഗ്രാമക്കാഴ്ച കണ്ട. നല്ല കൃഷിയുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. കോണം, ബ്രൊക്കോളിയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു റോഡ് സൈഡില്. നല്ലൊരു ഗ്രാമപ്രദേശ കാഴ്ചയാണ്. നല്ല രസം കാണാൻ. നമ്മളിപ്പോ ടോപ്പ് സ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിലൊരു സ്ഥലമാണ് അത്. ഭക്ഷണം കോണാണ്. ഭക്ഷണമാണ് ഞങ്ങളുടെ ചുവണ്ണി ഇഡ്ഡലിയുണ്ട്. $80 അല്ലേ. എൻട്രൻസ് ഫീ ഉണ്ടാ. വ്യൂ പോയിന്റ് 20 രൂപ. ഓ 20 rupees വെച്ചിട്ട് പൈസ ഉണ്ടല്ലോ. അതാണ് വ്യൂ. ഇങ്ങനെ കയറി ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ താഴത്തേക്ക് പോകാനുണ്ട്. അവിടെ രണ്ടിടത്തേക്ക് പേയ്മെന്റ്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് വാങ്ങിക്കേണ്ടവര്. ഇച്ചുവിന് വാങ്ങിച്ചില്ല.
ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള വ്യൂ അല്ലേ? താഴേക്ക് ഇറങ്ങിപ്പോയില്ലേ? എന്നിട്ട് പോക്കെ അവിടെ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്, താഴേക്ക് ഇറങ്ങിപ്പോയിട്ട്. അത് ഭയങ്കര രസമുള്ള രസമുണ്ടല്ലേ കാണാൻ. നമ്മൾ ആ മേളയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതേ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. അത് നമ്മൾ മേളിൽ നിന്ന് കണ്ട വ്യൂ പോയിന്റ് തന്നെ, പക്ഷെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റും ആ ഹില്ലിൻ്റെ വ്യൂ ഒക്കെ. ഒരു നല്ല രസമായിട്ടുണ്ട്. നല്ല ഇങ്ങനെ നമ്മൾ പെയിൻറ്റിങ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹിൽസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നമ്മൾ കുറേ സീനറി നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പുറത്തൊക്കെ കാണുന്ന പോലത്തെ സീനറി ആയിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്നാലും നല്ലൊരു അടിപൊളി കാലാവസ്ഥ, ചെറിയൊരു തണുപ്പും വെയിലൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥ. നമ്മുടെ മൂന്നാറ് ടോപ്പ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ. അതെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ്, ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കേണ്ടി വരുമ്പോൾ. പിന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് കയറി ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, സ്ലിപ്പറി ആവുന്നുണ്ട്, പക്ഷെ കാണാനുണ്ട്. ഇപ്പോൾ താഴെ ഇറങ്ങാൻ പേടിയുള്ളവർക്ക് ആ മുകളിൽ നിന്ന് കണ്ടാലും മതി. ഒരു ഓക്കെ ഒരു നല്ല സ്ഥലമാണ്. നല്ല ഇവിടുത്തെ മൗണ്ടൻസ് ഒക്കെ ഭയങ്കര വലുതാണ്, രസമുണ്ട് കാണാൻ. ഈ മലയുടെ അപ്പുറത്ത് കൊടൈക്കനാലാന്നാ പറഞ്ഞത്. നടന്നു കയറാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നല്ല, ഇതിലൂടെ ഓടി പോവാന്ന് പറയണത് അല്ലേ? അപ്പൊ ഞാനാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക്. അപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഷോപ്സ് കണ്ടപ്പോൾ ഞാൻ കയറിയത് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് വേണമായിരുന്നു. മൂന്നാറിൻ്റെയും നമ്മുടെ കേരളയുടെയും എന്തെങ്കിലും ഒരു കഥകളിയുടെ ഞാനിങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കുറച്ചായി നോക്കണം. അപ്പോൾ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ കാണാനുണ്ട്, പക്ഷേ അതൊരു ഫേസിന്ന് അത്ര നല്ല ഭംഗിയുള്ള കിട്ടാണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചാൽ കയറിയതാണ്. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വുഡൻ്റെ ഐറ്റംസുകളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും കാണുന്ന കുറേ ഐറ്റംസ് ഇവിടെയും കാണാറുണ്ട് കേട്ടോ. അത് പ്രൈസ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പൊടിക്ക് പൈസ കൂടുതലായിരിക്കുമല്ലോ. പിന്നെ എന്താ പറയുക, പക്ഷേ ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ എവിടെ പോയിട്ട് തപ്പിയിട്ട് കിട്ടാത്ത സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ കയറി നോക്കിയത്. രാവിലെ വെച്ച് ഇറക്കി വെച്ച് കിട്ടാൻ ഫ്രഷപ്പാൻ തന്നതാണ് ഉച്ചക്കോട്ടേക്ക്. പോയി ഫ്രാഗ്രന്റ് നേച്ചർ മൂന്നാർ റിസോർട്ടിൻ്റെ ഞങ്ങൾ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് അത് നേരെ നമ്മുടെ ഇന്നത്തെ സ്റ്റേയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ഹോട്ടലിൽ പെട്ടതാണ് ഈ ഫ്രാഗ്രന്റ് നേച്ചർ. ഇപ്പോഴത്തെ വ്യൂ ആണ് മക്കളെ അടിപൊളി. ഞാൻ എത്തിയപ്പോൾ ലേറ്റ് ആയി, ഇപ്പോൾ 8 o'clock ആയി. ഓൾറെഡി നല്ല ടയേർഡായി, ട്രാഫിക്കിലൊക്കെ പെട്ട് ഒരു കഴിക്കായി. ഇപ്പോൾ ഇതാ നമ്മൾ നോർമലി കാണുമല്ലോ, കയറി വരുമ്പോൾ ആ ഒരു അവിടെ ഷെൽഫ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ് ആണ് നിൽക്കുന്നത്. ഇനി ഇച്ചക്കൂട്ട കംഫി നോക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വേറെ ആർക്കും ആ സാധനം വിട്ടു കൊടുക്കുന്നതല്ല. ഞാൻ പോയതോളൂ. വേണ്ടത് കോച്ച് കംഫി ഉണ്ട്. കുഞ്ചിസത്തെ പോയി ലാസ്റ്റ് ടൈം ഭയങ്കര സ്പ്രിംഗ് ആക്ഷൻ ഇല്ല. നല്ല റൂമല്ല, നല്ല കംഫിയുള്ള സാധനങ്ങൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൂ ലൈറ്റ് തീമിലുള്ള റൂം അല്ലേ? നമുക്ക് ബ്ലൂവും വൈറ്റും ലൈറ്റ് ബ്ലൂവും നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു കൗച്ച് ഉണ്ട്, TV ഉണ്ട്. എന്താ ഇത് ഫേക്കാ ഒറിജിനൽ? ഫേക്കാണ് ഒറിജിനൽ അറിയില്ല. ലൈറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഒറിജിനൽ ആണ് തോന്നുന്നു. താഴെ ഒരു ഇതൊക്കെ തന്നത്. പിന്നെ മിനി ബാർ, പിന്നെ സ്നാക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഹൽവ എന്നാ തോന്നുന്നു കണ്ടിട്ട്. അരി ഹൽവ ആയിരിക്കും ഏട്ടന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കേരളത്തിലല്ലേ അതുകൊണ്ടാണ് ഹൽവ. പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണി. കെയർഫുൾ.
ഇത് അടിപൊളി ബാൽക്കണി. നമ്മൾ രാത്രിയാണ് ഇതിന്റെ പകൽ വ്യൂ ഒക്കെ നാളെ കാണിച്ചു തരാം. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി നടക്കാതെ നല്ല ഇടിമിന്നലുണ്ടല്ലോ. അടിപൊളി മിന്നൽ. -1, -2, -3, -4, നല്ല ഡിമാൻഡിലുണ്ടല്ലോ അല്ലേ. ഈ ചൂടൻ പറയണ എന്താന്ന് വെച്ചാൽ ഈ ഹോട്ടല് നമ്മള് ചെക്ക് ഇൻ ചെയ്യണ മുകളിലാണ്, ഗ്രൗണ്ട് ഫ്ലോർ മുകളിലാണ്, നേരെ തലതിരിഞ്ഞിട്ടാണ്. പിന്നെ ഫുൾ മൈനസ് ആണ്, -5 അങ്ങോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിഞ്ഞും കുറേണ്ടത് താഴേക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് സാധാരണ എല്ലാവരും അപ്പൊ പോയിട്ടാണല്ലോ റൂമിലേക്ക് പോകുന്നത്. താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ്, താഴ്ന്ന് മുകളിക്കുക. ക്രേസിയാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ നമുക്ക് ഈ ബാൽക്കണിയിൽ തന്നെ ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഡിമിന്നലുണ്ട്. മഴ പെയ്തോണ്ട് രാത്രി ഞങ്ങളും ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം ഇതിന്റെ വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കൊണ്ട് വരാൻ. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ഇനിയിപ്പോ രാത്രിയും നാളെ രാവിലെ കൊണ്ടൊക്കെ ഇത് കണ്ടു തീർക്കണം. നമ്മുടെ ബാത്റൂം കൂടി കാണിച്ചു തരാം കേട്ടോ. വലിയ മിറർ ഉണ്ട്. ഇച്ചക്കുട്ടയ്ക്കും ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും ഒരുമിച്ചെന്ന് നോക്കാം. അതിൻ്റെ അവിടെയാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ഇച്ചക്കുട്ട കയറി നോക്ക്. അതെ, അത്യാവശ്യം വേണ്ട എല്ലാ ഇമേജസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി കാഴ്ച നമുക്ക് നാളെ കാണാം. ഇനിയിപ്പോ ഡിന്നർ കഴിക്കാൻ പോണം. അത് കഴിഞ്ഞ് നാളെ ഇവിടെ കുറച്ചും കൂടി ആക്ടിവിറ്റിക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം പ്രശ്നം ഭയങ്കര ബ്ലോക്ക് എല്ലായിടത്തും. അപ്പൊ പട്ടണൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ. ഒരാള് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ റെഡി ആയിരിക്കാം. വെക്കേഷൻ ലോങ് വെക്കേഷൻ ആയിട്ട് വന്നേക്കുന്നല്ലേ. എനിക്ക് ജൂൺ 3 ആണ് വെക്കേഷൻ ഓവർ. അവന്റെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു ഇപ്പോഴും. അപ്പൊ അടുത്ത് കാണാല്ലേ. ബൈ ബൈ. എന്താ ഡിന്നർ കഴിക്കാണോ? കിവി ജ്യൂസ്, നൂഡിൽസ് അല്ലേ, സാധനമൊക്കെ, കപ്പയും മീൻകറി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൂന്നാറിലെ നമ്മുടെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഫ്രാഗ്രൻറ്റ് റിസോർട്ടിലാണുള്ളത്. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒച്ചയൊക്കെ പോയിരിക്കുകയാണ്. ഉറക്കപ്പിച്ചിൽ എണിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ എണിച്ചാൽ അപ്പോൾ നിങ്ങളെവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ളൊരു ഹില്ലായിട്ട് നമ്മൾ താമസിക്കുന്നത്. കാരണം വ്യൂ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഈ റിസോർട്ടിൻ്റെ ഒരു പകലത്തെ വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. നിറച്ചിങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്തേക്ക്, എല്ലായിടത്തും നിറയെ ഫ്ലവേഴ്സ്. ആദ്യം നമുക്കിങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇത്രയും ഫ്ലവറൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് കാണാം. രസമുണ്ട്. അപ്പുറത്തുണ്ട് ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ബാൽക്കണി ഇങ്ങനെ മുകളിലോട്ടും അങ്ങനെ തന്നെ. അത് നമ്മൾ താഴെ ഇങ്ങനെ എടുത്തിട്ട് താഴേക്ക് കുറെ ഗാർഡനൊക്കെ ഉണ്ട് അല്ലേ. താഴേക്ക് പോയി നോക്കാം. താഴേക്ക് നല്ല രാത്രി ഒന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കിതച്ചു പോയി. എന്നാലും കുറച്ചിട്ട് പോവാൻ നമുക്ക്. ഒരു വെറൈറ്റി ഉണ്ട് ഈ ഹോട്ടലിൻ്റെ താഴത്തേക്കുള്ളത് ഉണ്ടല്ലേ. ഇങ്ങനെ ഫുൾ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ലിഫ്റ്റ് അപ്പുറത്തുണ്ട്, പക്ഷെ അവരിങ്ങനെ ഫുൾ സ്റ്റെപ്സ് കൊടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം. നമ്മൾ നിറച്ചെല്ലായിടത്തും നല്ല നിറയെ ചെടികളുണ്ട് കേട്ടോ. ഇറങ്ങിക്കോളൂ. ആ ലൈറ്റ് ഉണ്ട് ഇല്ലേ രാത്രിയിൽ പോലെ. ഇന്നലെ വൈകുന്നേരം ഞാൻ അന്ന് കയറിയിരുന്നു. ഇത്തിരി പേടിയാവും നമുക്ക്. കുറേ സ്റ്റെപ്സ് ഉണ്ട്. കാല് വരെ എടുക്കുന്ന തിരിച്ച് കയറുമ്പോൾ. അല്ലേ ഭയങ്കര ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി പോവാം. നിറച്ചിങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇനി പോകാൻ ഇറങ്ങിയുണ്ട്. കാർഡമം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് വേറെ. നമ്മൾ ഊട്ടിപ്പൂവിനെ കളർ ചെയ്യാനാണ് നിൽക്കുന്നത്. സ്ട്രീറ്റ് ഇവിടെ ഊട്ടിപ്പൂവിൻ്റെ ചെടി കാണാത്തവരെ കണ്ടുള്ളൂ. അതിൻ്റെ കളർ ചേഞ്ച് ആക്കി നല്ല ഭംഗിയുണ്ട്. പിടിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിൽ വെച്ചാൽ ഉണ്ടോ. ഇന്നലെ രാത്രി ഇത് മുട്ട പോലെ ഇരിക്കുന്നത്. ഇന്ന് രാവിലത്തേക്ക് ഇത് വിരിഞ്ഞു. നല്ല ഭംഗിയുണ്ട്. അതെ ഇങ്ങനെ കമ്പടി നടക്കും. ഇതാണ് അവർക്ക് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് ചെയ്യുന്നുണ്ടോ. ഈ കണ്ടതാണ് ഏലക്കായ പ്ലാന്റാണത്. അങ്ങനെ രാത്രി തന്നെ താഴെ പൂവിട്ടിട്ടുണ്ട്.
ഇവിടെ എത്തിയപ്പോ വ്യൂ മാറിയില്ല, വേറെ ലുക്കായി. വേറെ ലുക്കായി. ഇത് താഴെ ഇങ്ങനെ നടക്കണേ മറ്റേ ഓറഞ്ച് അല്ല ബബ്ലൂസ് നടക്കണേ ഏലക്കായ അല്ലേ? പൂവെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ഏലക്കായയുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ കണ്ടിരുന്നത് എന്ത് പ്ലാന്റാണ് നമ്മൾ കുറച്ച് ചോദിച്ചു നോക്കും. ഇത് ഏലക്കായ വരുന്നത്. ഏലക്കായ ഉണ്ട്, അവർക്ക് തോട്ടണ്ട് അപ്പുറത്ത്. മോർണിംഗ് ഒരു നാച്ചുറൽ വാക്ക് ഉണ്ട്, അത് നല്ല രസമുണ്ടല്ലോ അല്ലേ? ഹലോ, ഇപ്പൊ നമ്മുടെ അടുത്ത ദിവസത്തെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഇതിവിടെ എലിഫന്റ് നമുക്ക് സഫാരി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ 2 hours വെയിറ്റിംഗ് എന്ന് പറഞ്ഞു. ഓൾറെഡി ഭയങ്കര ക്യൂ ആണ്. അപ്പൊ ഇനി എപ്പോഴൊന്നും കൊടുക്കാൻ പറ്റുന്നറിയില്ല, മേലെ കയറാൻ പറ്റുന്നറിയില്ല. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എലിഫന്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് അതിനെ ഫീഡ് ചെയ്യിക്കാം. ബീച്ചുകൂടെ എലിഫന്റ് പുറത്തേക്ക് ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുക അവിടെ. നമുക്ക് തൽക്കാലം ഫീഡ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ പോണേ. ഫീഡ് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനൊക്കെ നിൽക്കണം. ഇപ്പൊ നല്ല ചൂടുണ്ട്. നമ്മളിഞ്ഞ് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോ കുറെ നേരം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ആനയ്ക്ക് ഫീഡ് ചെയ്യാന്ന് വെച്ചു. വായിച്ചു കിട്ടാ ഒന്നും തലയിട്ടല്ലടാ, കൈ കൊണ്ട് കൊടുക്ക്. ഇങ്ങോട്ട് വരുന്നില്ല. ദേവിയ അവനെടുക്ക്, നിലത്ത് വെച്ചായി. കൊടുത്തു കൊടുത്തു. എലിഫന്റിന്റെ പുറത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞേ ഡാഡിനെ പിടിച്ചിരിക്കുന്ന വെച്ചുകൂട്ടാ. നമ്മള് ആന വെള്ളമൊക്കെ കുടിക്കാൻ വരുന്നു പറഞ്ഞ ഫേമസ് സ്ഥലം ആനയിറങ്ങൽ കുളം. അല്ല, ഇവിടെ നിന്നപ്പോഴാണ് നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടിട്ട് ഇന്നേക്ക് 1 year ആയിന്ന്. ഇതിലെ പോയാ ഈ വണ്ടി കുത്തിയായിരിക്കും അപ്പൊ ഈ ഇവിടെ തന്നെ ഇറങ്ങാറുള്ളോ എല്ലാരിക്കൊമ്പൻ ഇവിടുത്തെ കടകളില്? താഴത്തേക്ക് പോകില്ല. സ്ഥിരം റൂട്ടാണ്. അപ്പ അരിക്കൊമ്പന്റെ സ്ഥിരം റൂട്ട് പോയപ്പ ബാക്കിയുള്ള ആനൊക്കെ ഇപ്പോഴും ഇല്ലേ? മറ്റേ ചക്കക്കൊമ്പൻ അവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ തന്നെ ബാക്കിൽ ഡാം. ഇവിടെ വന്നിട്ടാണ് ആനകൾ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കാനുള്ള ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ആനകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സിൽവർ റോക്ക് അവിടെ പണി ഇറക്കുന്നുണ്ട് ആൾക്കാരെ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പണി ചെയ്യുന്നുണ്ട് കേട്ടോ. സിൽവർ റോക്ക് വുഡ് എന്താ ഭംഗിയില്ല. നമ്മളിപ്പോ നിൽക്കുന്നതാണ് ആനയിറങ്ങൽ കുളം എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ്റെ ഫേമസ് സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫീൽ ഇട്ട് അരിക്കൊമ്പൻ കേൾക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നാറിൽ നിന്ന് ഇനി ബാംഗ്ലൂർക്ക് പോവുകയാണ്.
പോണത് ഏതുവഴിയായിരുന്നു? നമ്മള് തേനി ദിണ്ടിഗൽ അങ്ങനെ സേലം കയറി അങ്ങനെ പോകാനുള്ള പ്ലാൻ. നല്ല റോഡാണ്. ഇതുവരെ ഇവിടുന്ന് ഹൈവേ ആണ്, നല്ല അടിപൊളി റോഡാണ്. അപ്പൊ നമ്മുടെ മൂന്നാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്, ഭയങ്കര ഇഷ്ടമായി. വണ്ടികൾ കൊണ്ടെടുക്കുക, അതാണ് നിർത്തത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ സീനറി കാണാ, തേയിലത്തോട്ടത്തിലൂടെ നടക്കുക, അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ ചെറിയൊരു നല്ലൊരു വെതറും നാട്ടിലെ ഡിസംബർ ആയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമാണ്. പറഞ്ഞ സീസൺ പറഞ്ഞത് സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ തുടങ്ങും. അത് ഒരു ഫെബ്രുവരി വരെ നല്ല സീസണാണ്. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പൊ വന്നാലും ചെറിയൊരു തണുപ്പൊട്ടും. ഇപ്പൊ ബാക്കിയുള്ളടത്ത് ചൂടായിട്ട് ഇവിടെ ഒരു സമാധാനം കിട്ടും. അത്രേ ഉള്ളൂ. അടിപൊളി, എനിക്ക് നഷ്ടമായി. ഇനി വരാൻ തോന്നും. പിന്നെ മിക്കടത്തും നമുക്ക് മൊബൈലിന് റേഞ്ച് ഇല്ലാട്ടെ. എയർടെലിനും കൂടെ റേഞ്ച് ഇല്ല. ജിയോയ്ക്കും BSNL ആണ് റേഞ്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോൺ യൂസ് ഇല്ല. കാം ആൻഡ് ക്വയറ്റ് നമുക്കിത് റിഫ്രഷ് ആയി. അപ്പം നമുക്ക് ഇനി ബാംഗ്ലൂർ പോണ വഴി വല്ല കാഴ്ച കാണിച്ചു തരാം. അതല്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് വൈകിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ കാഴ്ച ഡാം പോവാ നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കണം. എന്ത് കഴിക്കാൻ പോണേ ചേട്ടാ? എന്താ കഴിക്കാൻ പോണെന്ന് പറയാം? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. എന്താ കഴിക്കാൻ പോണേ ഏട്ടാ? ഏട്ടാ എന്താ കഴിക്കാൻ പോണേ? തലപ്പാക്കട്ടി ബിരിയാണി. അപ്പം നമ്മള് മൂന്നാറിൽ നിന്ന് ഇറങ്ങി സേലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലഞ്ച് കഴിക്കാൻ എത്ര മണിക്കാണ് കഴിക്കണത്? 5 മണിക്ക് പറയും. വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല കേട്ടോ. വെച്ചുകൂടെ കയറി കിടന്ന് ഉറങ്ങിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ കോണൊക്കെ വെച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ കോണൊക്കെ കഴിക്കണം, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പതേ ബിരിയാണി കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു തലപ്പക്കെട്ടി കണ്ടപ്പോൾ ഇനി വേറെ കിട്ടിയില്ലെങ്കിൽ പേടിയാണ്. വിശന്ന് കൊടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടയേർഡായി എല്ലാവരും വിശന്നിട്ട്. നല്ല ഹെയർ പിൻ ഉണ്ടായിരുന്നു, ഭയങ്കര പിന്നെ ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ ഭയങ്കര വീക്കാവും. അപ്പൊ ഇതൊരു റെസ്റ്റ് കിട്ടുകയും ചെയ്യും. ഒന്ന് വാഷ്റൂമൊക്കെ പോയി അവിടെ ഇരിക്കണം ഞങ്ങളിങ്ങനെ. അപ്പൊ ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. തലപ്പാക്കട്ടി, ദിണ്ടിഗൽ. അപ്പൊ ഇനി ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വാഴയിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ എത്തി. മട്ടൻ ബിരിയാണി, ചെറിയൊരു ടൈപ്പ് ചോറാണല്ലേ. മസാലയൊക്കെ ഒരു വേറെ ടൈപ്പാണ്. ആ എന്തായാലും ദിണ്ടിഗലിൽ ഫേമസ് ആണല്ലോ അത്. അതെ ഇച്ചോട്ടനുള്ളത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളത് മൂന്നാറിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല ടയേർഡായി. ബാംഗ്ലൂർക്ക് ഓടിച്ചെത്തും തോന്നണില്ല. ഏട്ടനും ഉറക്കം തുടങ്ങി, ഞങ്ങൾക്കൊക്കെ ഉറക്കം പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ സേലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ എടുത്തേക്കാണ്, ഗ്രാൻഡ് എസ്റ്റാനിക്ക പറഞ്ഞിട്ട്. ഞങ്ങൾ മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. അപ്പോൾ ഇച്ചിക്കൂടെ എല്ലാവർക്കും ടയേർഡായി. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഉറക്കമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അടിച്ച് നിർത്തുകയാണ്. ഇനി നിർത്തിക്കണില്ല. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് നല്ല റിലാക്സ് ചെയ്ത് ഉറങ്ങി. ഇനി ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 4 മണിക്കൂറുള്ളൂ. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ സമാധാനമായിട്ട് ബാംഗ്ലൂർക്ക് പോയാൽ മതിയല്ലോ. അതാകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ. വെറുതെ ഉറക്കപ്പിച്ചിൽ വണ്ടി ഓടിക്കുന്നത്. 12 മണി 1 മണിയാവും ഭക്ഷണം കഴിക്കണം. അത്ര നേരം പിടിച്ചേക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. പ്രത്യേകിച്ച് ഇനി ഇവിടുന്ന് കഴിക്കുന്നത് കൃഷ്ണഗിരി, ധർമ്മപുരി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഹെവി ട്രക്സും ഹെവി വെഹിക്കിൾസും ഈ രാത്രിയൊക്കെ ഇനി ഇറങ്ങും. അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മളെ ഉറക്കം വന്ന് ആകെ നാശവും. അപ്പോൾ ഇതാണ് ഏറ്റവും സേഫ്. ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കുള്ളൊരു അഡ്വൈസും കൂടി ആയിട്ടത്. നമ്മൾ ഉറക്കം പിടിച്ചിട്ട് യാത്ര ചെയ്യാണ്ടിരിക്കുക എപ്പോഴും രാത്രിയിൽ. അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു എന്താ പറയുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. ശിവായ തൃശ്ശൂരിൽ നിന്ന് ബുക്ക് പേപ്പർ എടുത്ത് ട്രൈ ചെയ്ത് തുടങ്ങി.